ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദംസ് കഫേ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മുരിങ്ങയില മുട്ടത്തോരനാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തയ്യാറാക്കുകയും അതുപോലെ കഴിക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് മുരിങ്ങയില മുട്ടത്തോരൻ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് ഈ ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില മുട്ടത്തോരൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന തോരനകത്തേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിനാണ് തേങ്ങ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 3 അല്ലി ചുവന്നുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് നുറുക്കിയിട്ടിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടി. ഇത്രയെല്ലാം കൂടി മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം. സ്റ്റവിൽ പാൻ വെച്ച് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചൂടായ എണ്ണയിലോട്ട് 1/4 ടീസ്പൂൺ അളവിന് കടുക് ചേർത്ത ശേഷം 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു തേങ്ങാ മിക്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുത്ത തേങ്ങ 2-3 മിനിറ്റ് ഇത് കൂട്ടി ചെയ്തൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇപ്പോൾ തേങ്ങയൊക്കെ വാടിയൊന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ടത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയാണ്. മുരിങ്ങയില ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ മുരിങ്ങയിലയാണ്. ഇതിപ്പം വാങ്ങുമ്പോൾ 250 ഗ്രാം ഉണ്ടായിരുന്നു. അപ്പം അതിനുശേഷം അതിൻ്റെ തണ്ടൊക്കെ നമ്മൾ മാറ്റിയിട്ട് എടുത്ത് നോക്കുമ്പോൾ 200 ഗ്രാമിൽ താഴെയാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ അത് നമുക്കിനി ഈ പാനിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മുരിങ്ങയില ഇടുന്നതിന് മുമ്പായിട്ട് തേങ്ങയൊക്കെ ആ ഒരു പാനിൻ്റെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊക്കെ നമുക്ക് മുരിങ്ങയിലയുടെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിനി മൂടി വെച്ച് കുക്ക് ചെയ്യാൻ പോവുകയാണ്. ആ ഒരു സമയത്ത് തേങ്ങ താഴെ ഭാഗത്ത് വന്നിട്ട് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് മുരിങ്ങയില മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിത് മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് 2-3 തവണ ഞാനിത് തുറന്ന് നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ മുരിങ്ങയില മാത്രമായിട്ട് കട്ട കൂടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കും. നമ്മൾ തോരനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം മുരിങ്ങയിലയൊക്കെ പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ടത് 2 കോഴിമുട്ടയാണ്. അപ്പോൾ കോഴിമുട്ട ചേർക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇലയൊക്കെ ഒന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നടുക്ക് കോഴിമുട്ട ഒഴിച്ച ശേഷം അത് മാത്രമായിട്ടൊന്ന് നമുക്ക് ചിക്കി പൊരിച്ചെടുക്കുന്ന രീതിയിൽ തയ്യാറാക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത മുട്ടയൊക്കെ പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ബാക്കി മുരിങ്ങയിലയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മുട്ട ചിക്കി പൊരിച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും ചെറിയ തരികളായിട്ട് വേണം നമുക്കത് ചെയ്തെടുക്കാനായിട്ട്. അപ്പം വലിയ വലിയ പീസായിട്ട് മുട്ട കടപ്പുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതിയാകും. മുരിങ്ങയില മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുട്ട നമ്മൾ ഏറ്റവും ചെറിയ തരികളായിട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു സമയത്ത് നമുക്കിതിനകത്തേക്ക് അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിനാണ് ചേർക്കുന്നത്. അത് ചേർത്ത ശേഷം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂടോടുകൂടി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആൻഡ് സിമ്പിളായിട്ടുള്ള മുരിങ്ങയില മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു തോരനായിരിക്കും. കാരണം അധികം എരിവോ മറ്റ് മസാലകളോ ഒന്നും തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു തോരൻ നമുക്ക് മുട്ട ചേർക്കാതെയും ഉണ്ടാക്കാം. അപ്പോൾ വളരെ ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു മുരിങ്ങയില മുട്ടത്തോരൻ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്